വിധു പ്രതാപനെ കൊണ്ടോ വിനീത് ശ്രീനിവാസനെ കൊണ്ടൊക്കെ പാടിക്കേണ്ട പാട്ടാണ്. ഇത് മനസ്സിലായില്ലേ? അതെയാ? അതുകൊണ്ട് തന്നെ വരികൾ അത്രയും മികച്ചതായിരിക്കണം എന്നുള്ള കാര്യത്തിൽ എനിക്ക് നല്ല നിർബന്ധമുണ്ട്. മാത്രമല്ല പിടിച്ചു നിൽക്കേണ്ടത് പുതിയ ചെക്കന്മാരുടെ കൂടെയാണ്. സോഷ്യൽ മീഡിയ അവർ തൂക്കുന്നതിന് മുമ്പേ നമുക്ക് നമ്മളെ പാട്ട് ഇറക്കും വേണം, തൂക്കും വേണം. മനസ്സിലായില്ലേ? തീർച്ചയായിട്ടും സാർ. അതുകൊണ്ട് തന്നെ ആധുനികതയും വേണം, എന്നാൽ പഴമയും വേണം. അങ്ങനെ രണ്ടും കൂടി ചെയ്യുന്ന ഒരാളാന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് അവസരം തന്നത്. മനസ്സിലായോ? ഞാൻ അവസരം കൊടുത്തവരാരും ഇതുവരെ മോശമായിട്ടില്ല. അപ്പോൾ ട്യൂൺ ഓർമ്മയുണ്ടല്ലോ. താന തന്നാന തന്നാന തനനാന താനാന തന്നന താനന്നാന തന്നന താനന തന്നാന. ആഹാ, സബാഷ്. വരികൾ കേൾക്കട്ടെ. തീർച്ചയായിട്ടും. യോണം പൊന്നോണം പൊളിയോണം. എങ്ങനെ? യോണം അതെന്തത്? യോണം സാറേ, ഓണം. അത് പുതിയ കാലത്തിൻ്റെ യോ അതില്ലേ? യോണം പൊന്നോണം പൊളിയോണം. ആധുനികത. ഓക്കെ, ബാക്കി. മലയാള നാടിൻ്റെ ആഹാ മലയോര ഭാഗങ്ങളിൽ തുമ്പപ്പൂ തപ്പുന്നു മാവേലി. മലയാള അല്ല, മാവേലി എന്ത് ചെയ്യുന്നു പറഞ്ഞേ? തുമ്പപ്പൂ തപ്പുന്നു മാവേലി. ആ, സാധനം കിട്ടാനില്ല സാർ. ഇപ്പം പഴയ കാലത്തിൻ്റെ ശോഭ മങ്ങിപ്പോകുന്ന ഒരു ഓണാണല്ലോ ഇപ്പം. അതുകൊണ്ട് ആ ഒരു തുമ്പപ്പൂവിൻ്റെ ആ ഒരു നൊസ്റ്റാൾജിയൊക്കെ വരാൻ വേണ്ടിയിട്ട്. എന്നിട്ട് കിട്ടിയാ? ഇല്ല സാറേ, മൂർച്ചയുടെ ഒരുപാട് വരികൾ എൻ്റെ അടുത്ത് സ്റ്റോക്കാണ്. മനസ്സിൽ എത്ര വേണമെങ്കിൽ എടുക്കാം നമുക്ക്. വലിയ ഉപകാരം. നിന്റെ പേനൊക്കെ നല്ല മൂർച്ചയുണ്ടോ? എങ്ങനെ സാർ? ഇത് ഇനി എഴുതാനുള്ള നിന്റെ എല്ലാ കൃതികളും മനസ്സിൽ വിചാരിച്ചിട്ട് ഇവിടെ ഒറ്റ കുത്ത് കൊല്ലടല്ല.